എല്ലാവർക്കും നമസ്കാരം. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനെ പറ്റി ചെറിയൊരു ആസ്വാദനം പറയുവാനായി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. റാം കെയർ ഓഫ് ആനന്ദി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ കടന്നു വന്ന ചില കഥാപാത്രങ്ങളെയാണ് ഇതിൽ പറയുന്നത്. സിനിമ പഠിക്കാനും പറ്റിയ ഒരു നോവൽ എഴുതാൻ വേണ്ടിയാണ് ആലപ്പുഴക്കാരനായ ശ്രീറാം ആദ്യമായി ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നത്. സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയിരുന്ന ശ്രീറാം ആദ്യമായാണ് ആനന്ദിയും രേഷ്മയും വെട്രയും കണ്ടുമുട്ടുന്നത്. പിന്നെ ചെറിയൊരു അപകടത്തിലൂടെ മല്ലിയെയും. ഒരു സിനിമ കാണുന്ന അതേ മാനസികാവസ്ഥയിൽ തന്നെ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. ചെന്നൈ പശ്ചാത്തലമാക്കിയ ഈ നോവൽ എഴുതാൻ വേണ്ടി 2 വർഷത്തോളം അഖിൽ പി ധർമ്മജന് വേണ്ടി വന്നു. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഒക്കെ നമുക്കിതിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. കേരളത്തിൽ തന്നെ നടന്ന പ്രമാദമായ മനുഷ്യകടത്തുമായി ബന്ധപ്പെട്ട് റാം കെയർ ഓഫ് ആനന്ദി ചർച്ചയെടുക്കാം. ഇത്തരമൊരു സാധ്യതയെ ഫിക്ഷനാക്കി അഖിൽ പി ധർമ്മജൻ ശ്രമിച്ചിരിക്കുന്നു. ഒരിക്കലും ഭാഷയോ ശൈലിയോ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ആദ്യം മുതലേ തന്നെ ഇത് നിയന്ത്രിച്ചിരിക്കുന്നു. റാമു ആനന്ദിയെ പറ്റി പറയുവാണെങ്കിൽ റാമു ആനന്ദി മനസ്സിൽ ഇച്ചിരി വേദനയുണ്ടെങ്കിൽ പോലും ഇച്ചിരി മറക്കാനാവാത്ത ഇതെന്ന് പറയുന്നത് മല്ലി എന്ന കഥാപാത്രം തന്നെയാണ്. ഒരു പക്ഷേ ഇത്ര ദീപ്തമായി ആദ്യമായാണ് മല്ലി എന്ന കഥാപാത്രത്തെ മലയാള നോവലിൽ പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നത്. വെട്രിയും രേഷ്മയും റാമിന്റെ ഏതൊരു കാര്യത്തിലും കൂട്ടുനിൽക്കുന്ന 2 വ്യക്തികളാണ്. പാട്ടി പറ്റി പറയുവാണെങ്കിൽ റാം അവധിയുള്ള ദിവസങ്ങളിൽ പാട്ടിയുടെ വീട്ടിൽ പോകുമ്പോൾ പാട്ടിയുടെ സ്വന്തം കൈകൊണ്ട് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകി രേഷ്മയുടെ കുർത്തക്കേടിന് കൂട്ടി നിന്നുമൊക്കെയാണ് പാട്ടി എന്ന കഥാപാത്രത്തെ അഖിൽ പി ധർമ്മജൻ ഈ കഥയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പാട്ടിയുടെ വശത്തെ നമ്മൾ അത്ര ചെറുതാക്കി കാണേണ്ടതില്ല. കാരണം ഭർത്താവ് മരിച്ചിട്ടും ആ പത്മിനിക്കാരിലെ ഓർമ്മകളുമായി പാട്ട് തന്റെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ആനന്ദിക്ക് ഒരാപത്തുണ്ടായപ്പോൾ പാട്ട് തന്നെ പത്മിനിക്കാരുമായി ആ മഴയത്ത് നട്ടപ്പാതിരേക്ക് ആനന്ദിയെ രക്ഷിക്കുവാൻ എത്തിയിരുന്നു. രാവും പകലും എന്നില്ലാതെ ആനന്ദി പണിയെടുത്തിരുന്നതിന് പുറകിൽ ഒരു കഥയുണ്ട്. 5.5 വയസ്സിൽ നഷ്ടപ്പെട്ട തന്നെ അനുജനെ രക്ഷിക്കുവാനായി ഏതു തരത്തിലും താൻ പണിയെടുത്തിരുന്നു. കിട്ടുന്ന പണിക്കലാണ് പോയിരുന്നു. ലളിതമായ ഭാഷ, ആകർഷമായ കൈയടക്കം, വൈകാരികമായ ഉള്ളടക്കം എന്നിവയെല്ലാം ഈ ബുക്കിന്റെ പ്രത്യേകതയാണ്. നന്ദി.